2024 JEE Phase 1 January 30th Shift 1 Question number 29. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. സെക്ഷൻ ബി ആണ് കേട്ടോ. ഇനി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. അപ്പോൾ വേവ്സിൻ്റെ ക്വസ്റ്റ്യൻ വളരെ കുറവായിരുന്നു എന്ന് നമ്മൾ ഓരോ ഷിഫ്റ്റുകൾ കഴിയുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. വേവ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ വന്നു. എനിക്കൊന്ന് 1-2 ഷിഫ്റ്റുകളിൽ മാത്രമാണ് വേവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നത്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. അപ്പോൾ തന്നെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. V/4L ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇത് ക്ലോസ്ഡ് പൈപ്പിൻ്റെ. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ തന്നെ F=V/2L. ദ ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെൻ്റൽ നോട്ട് ഈസ് 30. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 30 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. A certain amount of water is now poured into the organ pipe so that the fundamental frequency increases to 110. അപ്പോൾ പുതിയ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമായിരിക്കും. ഇത് ഓർഗൻ പൈപ്പ് ആസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്, 100 ഉണ്ട്, 30 ഉണ്ട്. ഓക്കെ, എമൗണ്ട് ഓഫ് വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ട. ഗ്രാമിലാണ്, CGS-ലാണ്. നമുക്കൊന്ന് നോക്കിയേക്കാം എന്ത് പറയുന്നു. അപ്പോൾ ഓക്കെ, F=V/4L എടുത്താൽ F1 = 30 അവർ തന്നിട്ടുണ്ട്, V330 എന്ന് തന്നിട്ടുണ്ട്, /4L1. അപ്പോൾ 30യും ഇതും കട്ട് ചെയ്തു. അപ്പോൾ 11/4. L1 = 11/4. ഓക്കെ അല്ലേടാ മക്കളെ? L1 കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ഇതേ സാധനം നമുക്ക് അടുത്തതിലേക്കൊന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മക്കൾ പറയാം F2 = 110. എത്ര തന്നേക്കണേ? 110. 110 = 330 /4L2. Therefore L2 = ഇത് 0 കട്ട് ചെയ്തു. പിന്നെ 33 11 ആകുമ്പോൾ 3/4. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ΔL കാൽക്കുലേറ്റ് ചെയ്യാം. മക്കൾ പറയാം ΔL = 11/4 - 3/4 = 8/4 = 2 മീറ്റർ. നമുക്ക് CGC കിടക്കണ കാരണം 200 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അത്രയും നീളത്തിലാണ് ആ വാട്ടർ ലിക്വിഡ് വന്നേക്കുന്നത്. ഞാനൊരു പേജ് കൂടി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പൈപ്പെങ്കിൽ, ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്കിൽ ഇത്രയും വെള്ളമാണ് വന്നേക്കുന്നത്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന 200 സെൻറ്റിമീറ്റർ അല്ലേ മക്കളെ? ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ അവർ തന്നിട്ടുണ്ട് 2 cm². അപ്പോൾ നമുക്ക് CGS ആയതുകൊണ്ട് ഇതും 2 cm² തന്നെ എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി = mass/വോളിയം ആണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി × വോളിയം ആണ്. ഈ ഡെൻസിറ്റി × വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ × ഈ ΔL ആണ്. ഇതാണ് നമ്മൾ ഒഴിച്ച വാട്ടർ. ഡെൻസിറ്റി CGS ആയതുകൊണ്ട് വാട്ടർ ആയതുകൊണ്ട് 1 ആണ്, ഏരിയ 2 ആണ്, ΔL 200 ആണ്. അപ്പോൾ നമുക്ക് 400 gram എന്ന് ആൻസർ കിട്ടും CGS-ൽ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അപ്പോൾ അതും അടിപൊളിയായിട്ട് പഠിച്ചേക്കുക. ഇതിൻ്റെ ആൻസർ 400 ആണ്. ഓക്കെ അല്ലേടാ? താങ്ക് യു.